ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ പോളെന്ന് പറഞ്ഞാൽ ക്രെറ്റയുടെ ബേസ് മോഡലാണ്. ക്രെറ്റ ബേസ് മോഡൽ ഇ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസൽ ഇ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 15 ലക്ഷം രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. പിന്നെ ഒരു 3D ടൈപ്പ് ലോഗോയാണ് ഇതിന് വരുന്നത്, ഹ്യുണ്ടായിയുടെ. അതിനകത്ത് തന്നെ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ലുണ്ട്, വളരെ വൈഡായിട്ടുള്ള ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷനിങ് ലാമ്പ് വരുന്നത്. രണ്ട് സൈഡിലത് വർക്കിംഗ് ആണ്. ഇനി നമുക്കിവിടെ ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ടറും 2 LED അങ്ങനെ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. നമുക്കിനി റിയറിലെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും ലെഗ് റൂമൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ഡ്യുവൽ ടോൺ കളറിലുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഡോർ പാടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഫിനിഷിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയർ സീറ്റിലായിട്ട് 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതുകൂടാണ്ട് ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ റിയർ പാസഞ്ചേഴ്സിനായിട്ടുള്ള AC വെൻറ്റും നൽകിയിട്ടുണ്ട്. കൂടാണ്ട് 2 ടൈപ്പ് C ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. ബേസ് മോഡലിൽ തന്നെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ അവർ നൽകിയിട്ടുണ്ട് റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി. ഇനി നമുക്ക് ഇവിടുന്ന് സെൻട്രൽ കൺസോളിൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. 2 കളറിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇൻറ്റീരിയറിൽ നമുക്ക് ബ്ലാക്ക് കളറായിട്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പോർഷൻ വരുന്നത്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ബമ്പറിൻ്റെ പോർഷനിലായിട്ട് റിഫ്ലക്ടറും അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ക്രെറ്റ എന്ന് പറഞ്ഞ ചെറിയ എംബ്ലമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലോഗോ എല്ലാം തന്നെ ലൈറ്റിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഡീഫോഗർ ലൈനും വൈപ്പറും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. പിന്നെ ഷാർഫിൻ ആൻറ്റിന നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് തുടങ്ങിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് നോർമൽ ആൻറ്റിനാണ് ലഭിക്കുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റാണ് വരുന്നത്, കണക്റ്റഡ് ആയിട്ട് ടെയിൽ ലൈറ്റാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അത് വർക്കിംഗ് ആണ്. ബേസ് മോഡലിൽ തന്നെ അത് നല്ലൊരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെൻഡറിലാണ് നമ്മൾ ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ 16 ഇഞ്ചിൻ്റെ ടയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത് ഇതിന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ലഭിക്കുന്നത്. ഇതിന് റൂഫ് റെയിൽ വരുന്നില്ല. നമുക്ക് തേർഡ് വേരിയൻ്റ് തൊട്ടാണ് ഇൻബിൽറ്റായിട്ട് റൂഫ് റെയിൽ വരുന്നത്. എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ട്. ആദ്യത്തെ 2 വേരിയൻറ്റിൽ റൂഫ് റെയിൽ വരുന്നില്ല. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്, ഇലക്ട്രിക്കൽ ലഭിക്കുന്നില്ല. പിന്നീട് നമുക്ക് സെൻറ്റർ ലോക്കിംഗ് ഉണ്ട്. അതുപോലെ 4 ഡോറിൻ്റെ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പിഞ്ച് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത്രയും സ്വിച്ചസ് ആണ് നമുക്ക് ഡോർ പാഡിൽ വരുന്നത്. ഇനി ഇൻറ്റീരിയറിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളുള്ള സ്വിച്ച്, പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ ചെയ്യാനുള്ള സ്വിച്ചും ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ളൊരു സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ബേസ് മോഡലിലോട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് പൊക്കാനും താത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനിൽ വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ബേസ് മോഡലിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു രീതിയിലുള്ള കളർ തീമാണ് നമുക്ക് ക്രെറ്റയ്ക്ക് ലഭിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫ്യൂവലിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കൺട്രോൾസായിട്ട് നമുക്ക് ഇത്രയും ബട്ടൺസാണ് വരുന്നത്. വലതുവശത്തെ കൺട്രോൾസായിട്ട് നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇപ്പോൾ നോർമൽ റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. കോ പാസഞ്ചറിന് ഇവിടെ മിറർ നൽകിയിട്ടുണ്ട്. പിന്നെ ബേസ് മോഡലിൽ നമുക്കിവിടെ റൂം ലാമ്പ് ലഭിക്കില്ല. ഇവിടെ നമുക്ക് സിസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ AC-ൻ്റെ കൺട്രോൾസ്, ബ്ലോവറിൻ്റെ ആ കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത്. സ്പീഡ് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് AC-ൻ്റെ ബട്ടൺ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് ബേസ് മോഡലിലോട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു അനിമേഷനോട് കൂടി തന്നെയുള്ള ഒരു സ്ക്രീനാണ് ലഭിക്കുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കാണാം. ഒരു ക്രെറ്റേൻ്റെ ചെറിയൊരു ഗ്രാഫിക്സ് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എല്ലാം തന്നെ വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്കൊരു കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ടിൽറ്റും ടെലിസ്കോപ്പിക്കും ചെയ്യാൻ പറ്റും. നമുക്ക് റീച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടിൽറ്റും ടെലിസ്കോപ്പും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ബേസ് മോഡലിൽ തന്നെ നൽകിയിട്ടുണ്ട് ഹ്യുണ്ടായി. അത് നല്ലൊരു ഫീച്ചറാണ്. മിറർ നമുക്കിവിടെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്, സ്വിച്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ബോണറ്റ് നമുക്ക് ഉള്ളിൽ നിന്ന് വിസിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ നോബ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൽ റിവേഴ്സ് ഇടണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിവർ പുള്ള് ചെയ്തിട്ട് വേണം റിവേഴ്സിലേക്ക് ഇടാനായിട്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അതെല്ലാം തന്നെ നല്ല ഒരു ക്വാളിറ്റിയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല, ഫിക്സഡ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ്, ചാർജിങ്ങിൻ്റെ സോക്കറ്റും പിന്നെ ഒരു C2C ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മോഡലിൽ വയർലെസ് ചാർജർ വരുന്നില്ല. നമുക്ക് തേർഡ് വേരിയൻ്റ് തൊട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് AC ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലൂ ലൈറ്റും കൂടെ കാണാനായിട്ട് സാധിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ബട്ടൺസാണ് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ വരുന്നുള്ളൂ. AC-ൻ്റെ വെൻ്റെല്ലാം തന്നെ ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. അതുകൊണ്ടെല്ലാം തന്നെ AC എല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫോണൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഗ്ലോ ബോക്സ് നോർമലാണ് വരുന്നത്, കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നില്ല. ഇനി നമുക്ക് ഈ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ നമുക്ക് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർ അസിസ്റ്റൻസ് നമുക്കിവിടെ യൂറിയ ലെവൽ കാണാൻ സാധിക്കും. ഡീസൽ ആയതുകൊണ്ട് ഇതിന് യൂറിയ വരുന്നുണ്ട്, AdBlue വരുന്നുണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം അറിയാൻ പറ്റും. 4 ടയറിൽ എത്ര പ്രഷർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡ്രൈവർ അസിസ്റ്റൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. കൂടാണ്ട് ക്ലസ്റ്ററിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ക്ലസ്റ്റർ തീം കാര്യങ്ങളൊക്കെ നമുക്ക് ABC 3 തീം വരുന്നുണ്ട്. 3 രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. റെഡ്, അതുപോലെ ഈ ഒരു ഗ്രീൻ, അതായത് ബ്ലൂ, 3 കളറാണ് വരുന്നത് ഇവിടെ ആ ഒരു തീമിന് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് ടൈമിങ്, വൈപ്പർ ലൈറ്റ്, IC റോഡ് വാണിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സിൽ പോകുകയാണെങ്കിൽ ഇലുമിനേഷൻ ഉണ്ട്, 1 ടച്ച് ടേൺ ഇൻഡിക്കേറ്റർ, എത്ര തവണ ബ്ലിങ്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും. പിന്നെ ഡോറിലാണെങ്കിൽ നമുക്ക് ഓട്ടോ ലോക്കും ഓട്ടോ അൺലോക്കിനുള്ള സെറ്റിങ്സ് ഉണ്ട്. കൺവീനിയൻസിൻ്റെ അവിടെ സർവീസ് ഇൻ്റർവെൽ ഉണ്ട്. പിന്നെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടെമ്പറേച്ചർ യൂണിറ്റ്, ലാംഗ്വേജ് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ലാംഗ്വേജസ് ഏതൊക്കെയാണ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് മലയാളമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ ഓപ്ഷൻസാണ് നമുക്കിതിനകത്ത് വരുന്നത്. അതേ സ്വിച്ചിൽ തന്നെ വീണ്ടും നോക്കുകയാണെങ്കിൽ ടയർ പ്രഷറും ബാക്കി മൈലേജ് കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. സീറ്റെല്ലാം തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള സീറ്റാണ്. ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ ടോപ്പ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. 4 വീൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു കാറിനെ പറ്റി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.